സ്കൂളിൽ ഏതായാലും ഗവൺമെന്റ് ലീവ് കൊടുത്ത സ്ഥിതിക്ക് നമ്മുടെ കിച്ചണും ലീവ് കൊടുത്തിക്കാണ് വീട്ടിലെ പെണ്ണുങ്ങള്. നിങ്ങൾ ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാല് വലിയ ഇടങ്ങാറാവട്ടോ നമുക്ക്. അപ്പൊ നിങ്ങളെ സംസാരം ശ്രദ്ധിക്കാൻ വേണ്ടി പ്രേക്ഷകര് പറയുന്നുണ്ട്. അങ്ങനത്തെ സംസാരം ഇന്നലെ നിങ്ങള് കൊറേ എന്തൊക്കെയോ പറഞ്ഞിക്കണേ കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. അതിപ്പോ നിങ്ങക്ക് മനസ്സിലായി ഏകദേശം എത്ര ബുദ്ധി ഉണ്ടെന്ന്. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഒഴിവാക്കി വിട്ടായിട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ മന്തി ഉണ്ട്, അൽഫാം ഉണ്ട്. നിജാസിന് അൽഫാം മന്തി ഇഷ്ടമില്ലാച്ചിട്ട് നമ്മൾ നിജാസിന് ബീഫ് ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും മന്തി അതായത് നിജാസിന് അൽഫാം മന്തി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു നമുക്ക് ബീഫ് ബിരിയാണി വാങ്ങി. ഇവിടെ പിന്നെ ബാക്കിയുള്ളവര് ഇങ്ങോട്ട് കടിക്കാത്ത എല്ലാം തിന്നു. ഓ ചക്കരക്ക് മന്തി ഇഷ്ടമല്ലല്ലോ? ഇല്ല, എന്നാ അവിടെ ആ കൊടുക്കല് ഇന്നത്തെ ചോറ് ഇരിക്കണ്ടേ. അലയൊക്കെ എന്താ വേണ്ടിയേ? അല ഇത് മന്തി ഇന്നില്ല, മന്തി കൊടുക്ക. അതിൽ വലിയ എണ്ണയൊന്നും ഉണ്ടാവില്ല, പുഴുങ്ങനല്ലേ. അല്ല അതിന് ചോറ് തന്നെ കൊടുക്കി, ഒന്ന് ജീവൻ വെക്കട്ടെ. അതായത് നമ്മൾ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഒരു പീസിനെ 4 ആക്കി ഇറക്കുകയാണ്. അല്ലാതെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സ്കൂൾ ലീവല്ലേ, അപ്പോൾ നമ്മൾ കിച്ചണും ലീവ് കൊടുത്ത് പിന്നെ കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഉമ്മാൻ്റെ വകന്ന് വൈകുന്നേരത്ത് സ്പെഷ്യൽ ചക്കക്കൂട്ടാനുള്ള ഉണ്ടാവും കേട്ടോ. ഉമ്മാൻ്റെ സ്പെഷ്യൽ ചക്കക്കൂട്ടാനുണ്ട്. എവിടുന്നെങ്കിലും പൂളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയതിന്. പൂളക്കിഴങ്ങ് ഉണ്ടോ? ഇന്നിപ്പോ ആ കടയിൽ പോയപ്പോ പൂളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അത് ചീമ്പ കിഴങ്ങ, മധുരക്കിഴങ്ങല്ല, പൂളക്കിഴങ്ങും ചമ്മന്തി. സിനുവോ ആണ്ട അച്ചാറ് വണ്ടിയിലായിരിക്കണത്. സാധനങ്ങൾ കുറെ വാങ്ങിക്കണേ. 2450 ഉറുപ്പ്യ ബില്ല്. അങ്ങനെ കേട്ട് എവിടെ ഗൂഗിൾ പേ അയച്ചു കൊടുത്ത പൈസ പിന്നെ കേൾക്കൂലേ? ഗൂഗിൾ പേനെ വരും കഴിക്ക. ഇനി എന്താ വാങ്ങാത്ത? ഓയില് മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിങ്ങൾ വാങ്ങിക്ക്. കടുക്, പഞ്ചസാര 5 കിലോ, 2 കിലോ വെളിച്ചെണ്ണ, ഓയില്, വെളിച്ചെണ്ണ, മുട്ട, പപ്പടം എല്ലാം വാങ്ങിക്കണല്ലോ. എന്നിട്ടൊന്നും വാങ്ങിയിട്ടില്ല അറിയണേ. അങ്ങനെ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒരു സ്പെഷ്യൽ നമ്മൾ രാവിലെ പോയി ചക്ക ഇട്ട് കൊടുന്ന ഇതിനെ ചക്കക്കൂട്ടാനാക്കി. ഞാൻ ഒന്ന് ഉറങ്ങി കഴിച്ചപ്പോഴേക്കും കൂട്ടാൻ റെഡി ആയിക്കണം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. അപ്പം എന്നാലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചക്കക്കൂട്ടാൻ വീഡിയോ എടുക്കണതാണ്. പിന്നെ വലിയ കാര്യമാക്കിയതുമില്ല. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാത്തൊരു ദിവസമാണ്. കാരണം പുറത്ത് നല്ല മഴയാണ്. ഒന്ന് നോക്കിയില്ല, സുഖമായി പുതപ്പും പുതച്ചാണ്ട് കടന്നുറങ്ങി. ഇപ്പോൾ നീച്ച് അതിൻ്റെ ഉള്ളിൽ താഴത്തെ പെരയിൽ പോയി ചക്കയൊക്കെ ഇട്ട് കൊടുന്ന്. ഉമ്മ ഇവിടെ പണി തന്നെയാണ്. പിന്നെ ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ പോയി. ഇതൊക്കെ കാണി 2 മാസത്തിന് പെരയ്ക്കുള്ള സാധനമൊക്കെ വാങ്ങിയത്. ഇതിനൊക്കെ ഉമ്മ അത് പെറുക്കി കൂട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. കൊണ്ടുവരാൻ ചാക്കായി എന്ന് പറഞ്ഞേ. ഇതിൽ പഞ്ചസാര മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ കുറെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് പച്ചക്കറി തീരുന്നുണ്ട്. അതുകൊണ്ട് വാങ്ങുകയാണ്. ഇവിടെ അങ്ങനെ ഇറച്ചി മീനൊന്നും കൂടുതലില്ല കേട്ടോ. എപ്പോഴെങ്കിലും കടയിൽ നിന്ന് വാങ്ങി തിന്നണത് മാത്രമേ ഉള്ളൂ കൂടുതലും. അതായത് പാർസല്. പിന്നെ വല്ല പെരുന്നാളും ആരെങ്കിലുമൊക്കെ വിരുന്ന് വന്നാൽ മാത്രമേ നമ്മൾ വാങ്ങലുള്ളൂ അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ ചക്കക്കൂട്ടാൻ ഇതാ ഗൈസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചക്കക്കൂട്ടാനും ചായയും കുടിക്കാൻ വേണ്ടി പോവാം. ചക്കക്കൂട്ടാനും കട്ടൻ ചായയും. പിന്നെ രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ മന്തി അല്ലേ കഴിച്ചത്. വൈകുന്നേരത്തേക്ക് ഒരു കുഞ്ഞിക്കയിൽ ചോറുണ്ടാക്കുന്നുണ്ട്. പിന്നെ മന്തി കഴിഞ്ഞോ?
ആ ഇനി മന്തി വാങ്ങുന്നുണ്ടെങ്കിൽ മന്തി ഇന്നതെന്താ കടച്ചക്ക കൂട്ടാൻ ഇറച്ചി വെക്കും പോലെ നല്ല കടച്ചക്ക കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഉമ്മ പറഞ്ഞു കേട്ടോ. കറക്റ്റ് ഇറച്ചിയുടെ ടേസ്റ്റായി വരിക. ഒന്നുമില്ല, ഇറച്ചിയുടെ മസാല ഇട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതല്ല ചെയ്യാം അങ്ങനെ ഉമ്മാന്റെ ചക്കക്കൂട്ട അങ്ങനെ ഉണ്ട്. അടിപൊളിയാന്ന് പറയാൻ പറഞ്ഞു. എങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല. ചക്കക്കൂട്ടാൻ 2 ഗർഭിണികൾക്കും ഉണ്ടാക്കിയ സ്പെഷ്യൽ ചക്കക്കൂട്ടാനാണ് ഗായ്സ്. ഈ ടൈമിൽ പള്ളയുള്ള പെണ്ണുങ്ങൾക്ക് ഇത് ഇഷ്ടം, ചക്കരക്ക് ഇഷ്ട, സിനുവിന് ഇഷ്ടാണ്. തിന്നാൻ പറ്റൂലെന്നോ? ഷുഗറുള്ളവർക്ക് തിന്നാൻ പറ്റൂലെന്ന്. അപ്പൊ ഇവരൊക്കെ ചക്ക കൂട്ടാനാണ്. എനിക്ക് ചക്ക കൊണ്ട് ഉണ്ടാക്കിയ വത്തലും. എനിക്ക് ചക്ക കൂട്ടാൻ ഇഷ്ടമല്ല കേട്ടോ. ഓക്കെ ഇത് പോണൊക്കെ നോക്കാം. അതാ പോയി. വായോ വായോ ഇങ്ങോട്ട് വായോ വായോ. അപ്പം എന്തായാലും വൈകുന്നേരം ചക്കക്കൂട്ടാനൊക്കെ കഴിച്ച് ഇനി ബാക്കി നാളെ